സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. പാലക്കാട് ജില്ലയിൽ ഒരുപാട് പ്രകൃതി ഉള്ള ഒരു സ്ഥലമാണ്. പറഞ്ഞാലും തീരും നമുക്കറിയാം. പക്ഷേ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ പാലക്കുഴിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതായത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് തിണ്ടിലം വെള്ളച്ചാട്ടമാണ്. കണ്ടാലും നമുക്ക് മതി വരില്ല. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ പാലക്കാട് ജില്ലയുടെ പല മേഖലകളും കാണാം. വടക്കഞ്ചേരി, നെമ്മാറ, ആലത്തൂർ, പറയാൻ പറ്റില്ല, നിരവധി സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഒന്ന് നോക്കേ, പ്രകൃതികൾ വളരെ മനോഹരമാണ്. ഇവിടെ ഈ പ്രകൃതി ആസ്വദിക്കാൻ വരുമ്പോൾ നമ്മളൊന്ന് ചെയ്യണം. ഫോറസ്റ്റുകാരുടെയും പോലീസുകാരുടെയും മറ്റെല്ലാവരുടെയും അനുവാദത്തോടു കൂടി വേണം വരാൻ. കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ജനങ്ങളെയും മറ്റുള്ള ഉദ്യോഗസ്ഥരെയും വഴിയായിട്ട് ഒരു കാര്യമില്ല. അത്ര ഡേഞ്ചറായ സ്ഥലമാണ് ആ സ്ഥലം. പറഞ്ഞാലും തരില്ല. കണ്ടല്ലോ, എത്രയോ അടി താഴ്ചയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇനി നമ്മൾ പോകുന്നത് ആ വെള്ളച്ചാട്ടം അവിടെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എത്രയോ അടി താഴ്ചയാണ്. ആ ലോകത്ത് നിന്നാൽ മഹല നിന്നാൽ നമുക്ക് കാണാം ഈ വെള്ളച്ചാട്ടം. കുടിക്കാൻ വരെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. മനോഹരമായ വെള്ളമാണ്. മലയോരങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങി ഡാമോഴി വരുന്ന വെള്ളമാണ്. വർഷകാലം എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലായിരിക്കും വെള്ളം. നമ്മളിനി പോകുന്നത് അതിൻ്റെ എൻഡിലേക്കാണ്. സുഹൃത്തുക്കളെ, നമ്മളെ ഈ അടുത്ത സ്ഥലത്തുള്ള ഒരു ഉണ്ണികൃഷ്ണേട്ടനുണ്ട്. ആളെന്താ ഇവിടെ വന്നതെന്നറിയില്ല. എന്തായാലും നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞങ്ങളൊന്ന് കണ്ടുപോകും. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ പറയാന്നുള്ളത് ഉണ്ണികൃഷ്ണേട്ടൻ നിങ്ങളോട് പറയാം. എന്താണ് ഉണ്ണികൃഷ്ണേട്ടൻ പറയാനുള്ളത്? പ്രിയ സുഹൃത്തുക്കളെ, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്ക് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ 10ാം വാർഡ് പാലക്കുഴിയുടെ എന്താ പറയുക, മല ചിരകളിൽ കൂടെ ഒഴുകുന്ന തിണ്ടിലം വെള്ളച്ചാട്ടം എന്ന ഭാഗത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു ഡാമും ജലവൈദ്യുതി പദ്ധതിയും പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ വന്ന് കാഴ്ച കാണുന്ന ആളുകൾ വളരെ ശ്രദ്ധാപൂർവം വരണം. വർഷക്കാലമായ തന്നിലുണ്ട്. ഇവിടെ ഫോറസ്റ്റുകാരുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ആരും ഉത്തരവാദികളല്ല. വരുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാൻ. നാട്ടുകാർക്കോ അല്ലെങ്കിൽ പരിസരത്തുള്ളവർക്കോ പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് കവറുകളോ കൊണ്ടുവന്ന് ഇതുപോലുള്ളൊരു പ്രകൃതി രമണീയമായ വെള്ളത്തെ നശിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് ഒരു പോയിന്റാണ്. കാരണം ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മുടെ പല കുപ്പികളൊക്കെ കിടക്കുന്നത്. എന്തായാലും അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. നമ്മൾ സാധാരണ നല്ല മനസ്കര് വന്ന് ഒരല്പ സമയം ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഉപയോഗമില്ലാത്ത രീതിയിലാക്കരുത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും നമുക്കിതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. പാറ ഗുഹയാണ്. അത്യാവശ്യം മഴയൊക്കെ വന്നാൽ ഇരിക്കാൻ പ്രകൃതിയിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പൊ ഒരു മരച്ചോട്ടിൽ പോയി നിൽക്കണ്ട. ഇവിടെ അതിനും ഒരു സൗകര്യമുണ്ട്. വെൽക്കം ടു പാലക്കുഴി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കാരണം ഇവിടെങ്ങും ആക്കരുതെന്ന് പറഞ്ഞാല് വേറൊരു സത്യം കൂടി അത് കാണുന്നതല്ല. ഇത് കുടിവെള്ളമാണ്. ഇത് ഓസിലിങ്ങനെ പോയി ചെറുകിട മേഖലകളിലെല്ലാം കുടിക്കുന്ന വെള്ളമാണ്. ശുദ്ധീകരിച്ച് കുടിക്കുന്ന വെള്ളമാണ്. അത്ര ശുദ്ധമായ ജലമാണ്. ഈ ഒരു ജലം നമ്മുടെ നാട്ടിൽ എവിടെയും കിട്ടില്ല. കാരണം പാറ ചോലകളിൽ നിന്നും തിരിച്ചു വരുന്ന ഈ മനോഹരമായ വെള്ളം ഒരു തുള്ളി വായിൽ കൊണ്ടാൽ തന്നെ അതല്ല എല്ലാവരും സുഹൃത്തുക്കളെ കണ്ടല്ലോ. പ്രകൃതി പാലക്കാട് ജില്ലയിൽ പറഞ്ഞാലും തീരാത്ത ഒരു നാടൻ ജില്ലയാണ് പാലക്കാട്. നമ്മളെവിടെ വന്നാലും നമുക്കെല്ലാം സുഖകരമായ ഒരു ജില്ല പാലക്കാട് ജില്ല. പക്ഷേ പാലക്കാട് ജില്ലയിലെ പല പ്രകൃതികളും കണ്ടാലും ഏകദേശം ഒരുപാട് മണിക്കൂർ നിങ്ങൾ ചിത്രീകരിച്ചിട്ടാണ്. ഈ പ്രകൃതിയെയും ഈ ലോകത്തെയും സ്നേഹിക്കുന്ന നിങ്ങൾ ആണെങ്കിൽ അടിക്കും മോനെ ഷെയറും ലൈക്കും. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കൻ.